നമസ്കാരം. ന്യൂമറിസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത് 2010 മോഡൽ നിസാൻ എക്സ്ട്രെയിൽ വാഹനമാണ്. സാധാരണ ഇതിന് വ്യത്യസ്തമായിട്ട് സാധാരണ നമ്മുടെ വാഹനങ്ങളെല്ലാം വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരാറ്. പക്ഷേ ഈ വാഹനം നമ്മൾ എത്തിയ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉള്ള വാഹനം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ തന്നെ ഇത് വർക്കൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ 2010 മോഡലാണ്, അതും സെക്കൻഡ് ഓണറിൽ നിൽക്കുന്നു. 1,23,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന, ബോഡി ക്വാളിറ്റിയിലൊക്കെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ഫ്രണ്ടൊക്കെ നോക്കി കഴിഞ്ഞാലും ഗ്രില്ലൊക്കെ നോക്കി കഴിഞ്ഞാലും നല്ല ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണിത്. ഇപ്പോൾ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫെൻഡർ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ടയർ കുറവാണ്, 4 ടയർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കമ്പനി വരുന്ന അലോയ് വീൽ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഡാഷ്ബോർഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. ഡ്യുവൽ എയർ ബാഗ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ സീറ്റ് കവറൊക്കെ കുറച്ച് ഡാമേജ് ആണ്, നമ്മൾ സീറ്റ് കവറൊക്കെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. വർക്കുകളൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബോഡി ലൈൻ, ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ 600 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സീറ്റൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1700 ലിറ്റർ വരെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്കൊക്കെ വരികയാണെങ്കിൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന, ബോഡി ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2010 മോഡൽ നിസാൻ എക്സ്ട്രെയിലിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്രോണൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നത്, യാതൊരുവിധ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 173 bhp പവറും അതുപോലെ തന്നെ 320 ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. അപ്പോൾ മികച്ച പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന നല്ലൊരു SUV ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണിത്. ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് എടുക്കണം. 2010 കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം ഒരു 25 ലക്ഷം രൂപയൊക്കെ വന്നുകൊണ്ടിരുന്ന സൺറൂഫും ഇലക്ട്രിക് സീറ്റും എല്ലാം ഉള്ള ഒരു ലക്ഷറി SUV ആയിരുന്നു ഈ വാഹനം എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,98,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. ന്യൂമറിസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണ് ഉള്ളത്, ഒന്ന് പ്രിയദർശിനി റോഡിലും 2 GHS അപ്രോച്ച് റോഡിലും. അപ്പോൾ ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് GHS അപ്രോച്ച് റോഡിലുള്ള ന്യൂമറിസ് കാർസിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.